أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ ആവുന്നത്ര ജീവിത വിശുദ്ധി പുലർത്താൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്കൃഷ്ടരായ ദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക പ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോ എന്ന ഒരു സാഹിത്യകാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മനോഹരമായ കഥകളിൽ ഒന്നാണ് സന്തോഷത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന കഥ. ആത്മീയമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഭൗതിക ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം ലഭ്യമാവുക. യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം എന്താണ് എന്ന് ആ കഥയിലൂടെ പൗലോ കൊയ്ലോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവുമായ രണ്ട് പ്രതിഭാസങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പരസ്പരം പാരസ്പര്യത്തോടുകൂടി അത് ഒരുമിപ്പിച്ച് ജീവിക്കുന്നതിനാണ് സന്തോഷം ലഭിക്കുന്നത് എന്നതാണ് ആ കഥ പറഞ്ഞു വയ്ക്കുന്നത്. ആ കഥ എങ്ങനെയാണ്? സന്തോഷത്തിന്റെ രഹസ്യം മനസ്സിലാക്കാനും അറിയാനും ഒരു വ്യാപാരി തന്റെ അകലെയുള്ള വളരെ പ്രശസ്തമായ ഒരു ജ്ഞാനിയുടെ അടുക്കലേക്ക് തന്റെ മകനെ പറഞ്ഞയക്കുകയാണ്. വളരെ ക്ലേശകരവും വളരെ ദുർഘടവുമായ യാത്രയ്ക്ക് ശേഷം ആ മകൻ ആ സർവജ്ഞാനിയായ ആ മനുഷ്യന്റെ താവളത്തിലെത്തി. ഉയർന്ന ഗിരിശൃംഗരത്തിൽ, ഉയർന്ന പർവ്വതത്തിന്റെ ശിഖരത്തിൽ വളരെ മനോഹരവും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ വളരെ സുന്ദരമായ കൊട്ടാരത്തിലായിരുന്നു ആ ജ്ഞാനി താമസിച്ചിരുന്നത്. ആ ജ്ഞാനിയുടെ ഉപദേശം കേൾക്കാനും സ്വീകരിക്കുന്നതിനും അയാളെ കണ്ട് കടാക്ഷിക്കുന്നതിനും ആശീർവാദം ഏറ്റുവാങ്ങാനും ഈ ചെറുപ്പക്കാരനെ കൂടാതെ ധാരാളം ആളുകൾ ആ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആ താവളത്തിലെത്തി. ഓരോരുത്തരും ഊഴമനുസരിച്ച് അവർക്ക് ജ്ഞാനി സന്ദർശകർക്ക് ദർശനത്തിന് അവസരം നൽകി. അവരെ അരികിൽ വിളിച്ച് അദ്ദേഹം കാര്യങ്ങൾ ആരാഞ്ഞു. അവസാനം ഈ വ്യാപാരിയുടെ മകന്റെ ഊഴമായി. തന്റെ വരവിന്റെ ഉദ്ദേശം ആ ചെറുപ്പക്കാരൻ ജ്ഞാനിയായ മനുഷ്യൻ അറിയിച്ചു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സന്തോഷത്തിന്റെ രഹസ്യം അറിയാനാണ് എന്റെ പിതാവ് അങ്ങയുടെ അടുക്കലേക്ക് എന്നെ അയച്ചിട്ടുള്ളത്. താടിരോമങ്ങൾക്കിടയിലൂടെ കൈവിരലുകൾ മാറി മാറി തടവിക്കൊണ്ട് ആ ജ്ഞാനി പറഞ്ഞു അത്രേ, ഞാനിപ്പോൾ അല്പം തിരക്കിലാണ്. നീ എന്റെ ഈ മനോഹരമായ കൊട്ടാരം ഒന്ന് സഞ്ചരിച്ച് 2 മണിക്കൂറിന് ശേഷം തിരിച്ചു വരിക.
ആ ജ്ഞാനി ആ ചെറുപ്പക്കാരന് ഒരു ചെറിയ സ്പൂൺ എടുത്ത് അവന്റെ നേരെ നീട്ടി. സ്പൂണിൽ 2 തുള്ളി എണ്ണ ഒഴിച്ചിട്ടാണ് അത് കയ്യിലേക്ക് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. ഈ മനോഹരമായ സ്വച്ഛന്തമായ കണ്ണിന് കുളിർമ നൽകുന്ന വലിയ കാഴ്ചകൾ നിനക്ക് ഈ കൊട്ടാരത്തിൽ കാണാൻ കഴിയും. പക്ഷേ നീ ഒന്നു മാത്രം ശ്രദ്ധിക്കണം, നടന്നു പോകുമ്പോൾ ഈ എണ്ണ തുളുമ്പാതെ സൂക്ഷിക്കണം. കൊട്ടാര സമാനമായ ഭവനത്തിലെ നിരവധി കോടിപ്പണികൾ കയറി ഈ വ്യാപാരിയുടെ മകൻ കയറി ഇറങ്ങി 2 മണിക്കൂർ അയാളുടെ കൊട്ടാരത്തിൽ ചുറ്റിക്കറങ്ങി. 2 മണിക്കൂർ ചുറ്റിക്കറങ്ങുമ്പോഴും അവന്റെ ശ്രദ്ധ ആ ജ്ഞാനിയുടെ വർത്തമാനത്തിലായിരുന്നു. തന്റെ കയ്യിലുള്ള സ്പൂണിലായിരുന്നു അവന്റെ ശ്രദ്ധ. അതിലെ എണ്ണത്തുള്ളികൾ തുളുമ്പാതെ സൂക്ഷിക്കാനാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും 2 മണിക്കൂറിന് ശേഷം ആ ചെറുപ്പക്കാരൻ ആ ജ്ഞാനിയുടെ അടുക്കലെത്തി. അദ്ദേഹം ചോദിച്ചു, എന്റെ കൊട്ടാരമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണ് എന്റേതായിട്ടുള്ള ലോകം. ഈ ചെറുപ്പക്കാരൻ ഉത്തരം കൃത്യമായി പറയാൻ കഴിയാതെ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവന്റെ ശ്രദ്ധ മുഴുവൻ ആ ജ്ഞാനി നിർദ്ദേശിച്ച സ്പൂണിലെ എണ്ണത്തുള്ളികളിലായിരുന്നു എന്ന കാര്യം ആ സന്ദർഭത്തിൽ ഈ ചെറുപ്പക്കാരൻ ആ ജ്ഞാനിയോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ കൂടി നീ ചുറ്റി സഞ്ചരിച്ച് എന്റെ കൊട്ടാരത്തിന്റെ ചിട്ടവട്ടങ്ങളും അവിടുത്തെ നയനമനോഹരിയായ കാഴ്ചകളും നീ ഒന്ന് കണ്ടുവരിക. ജ്ഞാനിയുടെ ആജ്ഞ ശിരസ വഹിച്ച് അവൻ 2ാമതൊരിക്കൽ കൂടി കൊട്ടാരം കാണാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോഴും അവന്റെ ആ ചെറിയ സ്പൂണും അതിലെ എണ്ണത്തുള്ളികളും അവന്റെ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം പ്രത്യേകം നൽകിയിരുന്നു. കൊട്ടാരത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ അവൻ മതിമറന്നുപോയി. കൊട്ടാരത്തിലെ ഭിത്തികളിലെ ചിത്രപ്പണികൾ മുതൽ അലങ്കാര വസ്തുക്കൾ, വില കൂടിയ പേർഷ്യൻ പരവതാനികൾ, തിരശ്ശീലകൾ, സമൃദ്ധമായ വിരുന്നുശാല, സ്വർണത്തളികകളിൽ നിറച്ചു വെച്ച വിശിഷ്ടമായ ഭോജന വസ്തുക്കൾ, പലതരം പൂക്കൾ നിറഞ്ഞ ഉദ്യാനം, കൊട്ടാരത്തിന് ചുറ്റുമുള്ള മലനിരകൾ, തന്റെ മനം കവർന്ന ഈ ദൃശ്യങ്ങളെ കുറിച്ച് അവൻ ജ്ഞാനിയോട് പറഞ്ഞു. ജ്ഞാനി പറഞ്ഞു, ഞാൻ നിന്റെ കൈവശം തന്ന സ്പൂണിലെ തുള്ളികളെ കുറിച്ച് എന്താണ് അവസ്ഥ? അപ്പോഴാണ് അവൻ സ്പൂണുകളിലേക്ക് നോക്കിയത്. അത് തികച്ചും ശൂന്യമായിരുന്നു എന്ന് അദ്ദേഹം കണ്ടു. ജ്ഞാനി പറഞ്ഞു, സന്തോഷത്തിന്റെ രഹസ്യം അറിയാൻ നീ പഠിച്ചിരിക്കേണ്ട ഒരൊറ്റ പാഠം മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിച്ചോളൂ, പക്ഷെ അപ്പോഴും കൈവശമുള്ള മൂല്യങ്ങളെ കുറിച്ച്, കൈവശമുള്ള ആ 2 തുള്ളി സ്പൂണിൽ നിനക്കേകിയിരുന്ന എണ്ണത്തുള്ളിയെ കുറിച്ച് നിന്റെ മനസ്സിലുണ്ടാവണം. ഇതല്ലാതെ മറ്റൊരു രഹസ്യവും സന്തോഷത്തിന്റെ പൊടിക്കൈയായി എനിക്ക് പറയാനില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പൗലോ കൊയ്ലോ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന കഥയിലൂടെ പറഞ്ഞു വെക്കുന്നത് ഈ ആത്മീയതയുടെയും ഭൗതികതയുടെയും പാരസ്പര്യത്തെ കുറിച്ചാണ്. ഇരു ചിറകുകളുള്ള പക്ഷിയെ പോലെ ആത്മീയതയും ഭൗതികതയും ഇത്രയധികം സമന്വയിപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ പ്രാർത്ഥന നിർഭരമായ നിമിഷങ്ങളിൽ പോലും, വിശ്വാസിയുടെ തേട്ടം പോലും ഈ ഭൗതികതയും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കണമെന്ന് ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആരാധനകളുടെ ലക്ഷ്യമെന്ത് എന്ന്, ആരാധനകളുടെ ജീവിത കാഴ്ചപ്പാടുണ്ട് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു ആയത്തെ ഞാൻ ആമുഖമായി പാരായണം ചെയ്യുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ ഖദൈതും മനാസികകും ഫദ്കുറുല്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ ആരാധനകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ, നിങ്ങളുടെ ഹജ്ജിന്റെ അതിന്റെ ഏറ്റവും അവസാന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഹജ്ജ് കഴിഞ്ഞ് ആളുകളൊക്കെ ഹാജിമാർ നാട്ടിലേക്ക് തിരിക്കുന്ന വേളകളിലാണ്. ഫഇദാ ഖദൈതും മനാസികകും, അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞാൽ, അനുഷ്ഠാനങ്ങളിൽ മാത്രം പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഓർക്കപ്പെടേണ്ടവനല്ല നിങ്ങൾ. ആർക്കു വേണ്ടിയാണോ അനുഷ്ഠാനങ്ങൾ അർപ്പിച്ചത് ആ റബ്ബ്, മറിച്ച് ഫഇദാ ഖദൈതും മനാസികകും ഫദ്കുറുല്ലാഹ്,
നിങ്ങൾ കർമാനന്തരവും നിങ്ങളുടെ കർമ്മങ്ങളുടെ നൈരന്തര്യം ഉണ്ടാവണമെങ്കിൽ ദൈവികമായ ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ നിറഞ്ഞു നിൽക്കണം. കദിക്രിക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക്, നമ്മുടെ ജനനത്തിന് കാരണമായ നമ്മുടെ പിതാവ് നമ്മളിൽ ഏത് നിലയിലാണോ അടയാളപ്പെട്ട് കിടക്കുന്നത്, ആ അടയാളപ്പെടുത്തൽ പോലെ എന്റെ ഓർമ്മകൾ നിങ്ങളിൽ അങ്കുരിച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമാണ്. കദിക്രിക്കും ആബാഇക്കും എന്ന് പറഞ്ഞതിന് ശേഷം, കദിക്രിക്കും ആബാഅക്കും എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല അതോടെ കൂടെ നിർത്തുന്നില്ല. പടച്ചവനെ ഓർക്കേണ്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നതിനെ പോലെ അല്ല, നിങ്ങളുടെ മാതാപിതാക്കളെ സ്മരിക്കുന്നത് പോലെയല്ല. അതിനേക്കാൾ കൂടുതൽ ദൈവികമായ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അടയാളപ്പെടുത്തണം. അങ്ങനെ രക്ഷിതാവിനെ ഓർക്കുകയും സ്മരിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥന, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പ്രാർത്ഥനകൾക്കിടയിലെ വഴിദൂരത്തെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണമേ, ദുനിയാവിൽ ഞങ്ങൾക്ക് എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരലോകത്തിന്റെ വിഷയത്തിൽ അവർക്ക് യാതൊരു ഓഹരിയുമില്ല. രണ്ടാമത്തെ വിഭാഗം, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മകൾ തരണമേ എന്ന സമ്മിശ്രമായ പ്രാർത്ഥനയുടെ മനസ്സിന്റെ ഉടമസ്ഥരാണ് യഥാർത്ഥത്തിൽ റബ്ബിനെ തങ്ങളുടെ മാതാപിതാക്കളെ പോലെ അതിനേക്കാൾ കൂടുതലായി ഓർക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. ആരാധനകളുടെ ലക്ഷ്യമെന്ത് എന്ന്, ആരാധനയ്ക്കും അപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ത് എന്ന് വളരെ കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂക്തമാണ്. ഭൗതികതയിൽ നിന്ന് പാടെ പുറംതിരിച്ചുകൊണ്ടുള്ള ആത്മീയതയല്ല, ആത്മീയതയിൽ നിന്ന് അതിൽ മാത്രം വേരൂന്നിക്കൊണ്ട് അല്ലെങ്കിൽ ഭൗതികതയെ മാത്രം ഉറച്ചു നിന്നുകൊണ്ടുള്ള ആത്മീയതയെ വലിച്ചെറിയലല്ല, മറിച്ച് രണ്ടിനെയും സമഞ്ജസമായി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് റബ്ബിനെ ദിക്ർ ചെയ്യാനുള്ള സാഹചര്യമാണ് ഇബാദത്തുകളിലും ഇബാദത്തുകളുടെ അനന്തരവും സംഭവിക്കേണ്ടുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. ഹജ്ജിന്റെ പശ്ചാത്തലത്തിൽ സൂറത്തുൽ ബഖറയിലെ 200-201 സൂക്തങ്ങളായിട്ടാണ് ഈ ആയത്ത് അല്ലാഹു തആല പറയുന്നത്. ഹജ്ജ് അനുസരിച്ചാൽ എല്ലാം നേടി എന്ന് വിചാരിക്കുന്നവർ, അറബ് മഹോത്സവങ്ങൾ നടത്തിയാൽ ഇബാദത്തുകളുടെ പരിപൂർണത പ്രാപിച്ചു എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ഓരോ കർമ്മങ്ങൾക്ക് ശേഷവും ദിക്റുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കണം എന്ന വലിയ പാഠമാണ് യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ മാത്രമല്ല കർമാനന്തരമുള്ള ജീവിതത്തിലും വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ മാത്രമല്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നിങ്ങൾ ഓർത്ത അതേ റബ്ബ് ഹയ്യുൻ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നും ജീവിക്കുന്നവനായ ഹയ്യായിട്ടുള്ള റബ്ബ്, ആ റബ്ബിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണമെന്നാണ്. ഹജ്ജിൽ നിന്നുള്ള വിരാമം ദിക്റിൽ നിന്നുള്ള വിരാമമല്ല, റമളാനിൽ നിന്നുള്ള വിരാമം ദിക്റിൽ നിന്നുള്ള വിരാമമല്ല. നമസ്കാരത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇടതുകാൽ വെച്ച് വെളിയിലേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിലും അത് അല്ലാഹുവിന്റെ ദിക്റിൽ നിന്നുള്ള വിരാമമല്ല എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇബാദത്തിൽ നിന്നും നാം വിരമിക്കുന്നത് ദിക്റുല്ലാഹിൽ നിന്ന് വിരമിക്കാനല്ല എന്ന ഓർമ്മപ്പെടുത്തൽ വലിയ ഹജ്ജിന്റെ ഇബാദത്ത് കഴിഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രത്യേകിച്ച് വിശിഷ്യ ഹജ്ജ് അനുഷ്ഠിച്ച ഹാജിമാർ അവർ തിരിച്ചറിയേണ്ടതാണ്. ദിക്റുല്ലാഹിയുടെ ഒരു രൂപത്തിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുടെ മറ്റൊരു രൂപത്തിലേക്കുള്ള നടത്തമാണ്. നമ്മുടെ കഠിനാധ്വാനത്തെ കുറിച്ച്, ഉപജീവന മാർഗങ്ങളുടെ നമ്മുടെ അധ്വാനത്തെ കുറിച്ച്, കുടുംബത്തെ പോറ്റുന്നിടത്ത്, മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നിടത്തൊക്കെയും ഒരു ദിക്റുള്ളയുടെ രൂപത്തിൽ നിന്ന് മറ്റൊരു ദിക്റുള്ളയിലേക്കുള്ള ചുവടുവയ്പാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ജീവിതത്തെ ദിക്റുള്ളയിൽ തടച്ചിടുക എന്നതാണ് നമ്മുടെ
നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ എല്ലാം ദിക്റാക്കി മാറ്റാൻ, പടച്ചതമ്പുരാനെ തിരിച്ചറിയാൻ പറ്റുന്ന മാർഗങ്ങളാക്കി മാറ്റാൻ നമ്മുടെ ചലന വിശകലനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബാദത്തുകൾ അതനുഷ്ഠിച്ചതിന് ശേഷം നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള ഒന്നാമത്തെ പ്രാർത്ഥനയിൽ അതാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഒടുങ്ങേണ്ടിയിരുന്നു ദിക്ർ എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ പടച്ചതമ്പുരാൻ ഭൗതികമായ വിഭവം ഉപയോഗപ്പെടുത്തുന്നതിന്റെ ആമുഖമായി വിശ്വാസിയെ പഠിപ്പിച്ച പ്രാർത്ഥന, ഞങ്ങൾക്ക് ഈ വാഹനം കീഴ്പ്പെടുത്തി തന്ന അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ, ഞങ്ങൾക്കിത് കീഴ്പ്പെടുത്തി തരാൻ ഒരു കഴിവുണ്ടായിരുന്നില്ല. നിന്റെ അടുക്കൽ തിരിച്ചു വന്നിട്ട് ഈ ദിക്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടവനാണ് ഞാൻ എന്ന ഓർമ്മ വാഹനം ഉപയോഗിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ തുടങ്ങുകയാണ്. വിശ്വാസികളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ത് എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നല്ല, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നല്ല. ഇബാദത്ത് എന്ന വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വർത്തമാനം പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്ന വർഗത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പോലും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ സൃഷ്ടിക്കാൻ വേണ്ടി, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി, എന്നെ ഉപവസിക്കുന്നതിന് വേണ്ടി, എന്റെ ഓർമ്മകൾ അത് ദിക്റുകളായി നിങ്ങളിൽ പരിലസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ഇബാദത്തിന്റെ അർത്ഥവ്യാപ്തിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ദിക്ർ മുക്തമായ ഒരു ജീവിതം നമുക്കില്ല. ദിക്റിൽ തന്നെ, ദിക്റിൽ നിന്ന് ദിക്റിലേക്ക് യാത്ര ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതശീലം എന്ന് തന്നെ. നമ്മൾ നോക്കൂ, നിർബന്ധ നമസ്കാരത്തെ കുറിച്ച്, നിർബന്ധ നമസ്കാരത്തിന് ശേഷം അനുഷ്ഠിക്കൽ വളരെ പ്രാധാന്യത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ അദ്കാറുകൾ നമുക്ക് കാണാൻ കഴിയും. നമസ്കാരം തന്നെ ദിക്റായിരിക്കെ ഒരു ദിക്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അടുത്ത അദ്കാറുകളുടെ ഒരു കെട്ടുകൾ തന്നെ വിശ്വാസികൾക്ക് പടച്ചതമ്പുരാൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, ഫർദ് നമസ്കാരത്തിന് ശേഷം അദ്കാറിൽ നിന്ന് വീണ്ടും സുന്നത്ത് നമസ്കാരങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഐച്ഛികമായ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ സ്വതക്കാത്തുകൾ നിർവഹിക്കുന്നവരാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ ദിക്റിന്റെ ഒരു രൂപത്തിൽ നിന്ന് അതിന്റെ മറ്റൊരു തലത്തിലേക്കുള്ള വിശ്വാസിയുടെ ആ സഞ്ചാരത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. ലോകത്ത് വിശ്വാസികൾക്കല്ലാതെ ഇത് സാധ്യമല്ല എന്നിടത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതം ദിക്റിൽ മുക്കിയെടുക്കപ്പെട്ട ഒരു ജീവിതമാണ്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം, നിർബന്ധമായ നോമ്പിന് ശേഷമാണ് സകാത്തുൽ ഫിത്ർ കടന്നു വരുന്നത്. സകാത്തുൽ ഫിത്ർ നിർവഹിച്ചതിന് ശേഷം ഉടൻ തന്നെ തക്ബീറുകൾ കൊണ്ട്, ശേഷം നമസ്കാരങ്ങൾ കൊണ്ട്, പിന്നീട് ശവ്വാൽ നോമ്പ്, തിങ്കൾ നോമ്പ്, വ്യാഴം നോമ്പ്, പൗർണമി നോമ്പുകൾ, അറഫ നോമ്പ്, ഇങ്ങനെ തുടങ്ങി ആശൂറ നോമ്പ് തുടങ്ങി വിശ്വാസികളുടെ അവരെ ദിക്റിൽ തളച്ചിടുന്നതിന് വേണ്ടി പടച്ചതമ്പുരാൻ ബോധപൂർവ്വം വിശ്വാസികളെ മെരുക്കിയെടുത്ത, അവരെ ഓർമ്മപ്പെടുത്തിയ എത്രയോ ഇബാദത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഹജ്ജ് കഴിഞ്ഞു, എല്ലാം പൂർത്തിയായി, ഇനി എനിക്ക് ഒന്നും ബാക്കിയില്ല, ഇനി വിശ്രമിച്ച് കളയാൻ എന്നൊരാൾ ആലോചിച്ചു പോകരുത് എന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരനെ ഓർമ്മപ്പെടുത്തരുത്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിടത്ത് കയ്യോഹി വലതുഹുമുഹു, നവജാത ശിശുവിന്റെ വിശുദ്ധി എന്ന് വിശുദ്ധമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെയും ഹജ്ജിനെ കുറിച്ചുള്ള ആയത്തുകൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഹജ്ജ് അനുഷ്ഠാനം അവസാനിപ്പിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട പണി അത് ദിക്റിന്റെ ഒരു രൂപമായിരുന്നു, സംഘടിത രൂപമായിരുന്നു. ഇനി ദിക്റിന്റെ യാഥാർത്ഥ്യ ലോകത്തേക്കുള്ള നിങ്ങളുടെ സഞ്ചാരത്തിൽ പടച്ചവന്റെ മുമ്പിൽ, അവനെ അനുസരിക്കുന്നതിന്റെ മുമ്പിൽ മറ്റൊരാലോചനയ്ക്ക് നിങ്ങളുടെ വഴിമുടക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഹജ്ജിൽ നിന്ന്, ദീനിൽ നിന്ന് ദുനിയാവിലേക്കുള്ള മടക്കമാക്കരുത്. ഉഖറവി ചിന്തയിൽ നിന്ന് ദുനിയവി ചിന്തയിലേക്കുള്ള മടക്കമാകരുത് നിങ്ങളുടെ ജീവിതം എന്നതാണ് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിലെ ഉത്ബോധനം. ആരാധനയുടെ ചൈതന്യം, അതിന്റെ പവിത്രതയും അതിന്റെ പരിശുദ്ധിയും ചോർത്തിക്കളയുന്ന വലിയൊരു തിന്മയാണ് സ്വന്തം പിതാക്കളെ, തറവാടിനെ, പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വമ്പ് നടിക്കുന്ന പ്രവണത. ആളുകൾ ദിക്റിൽ നിന്ന് വിമുഖത നടിക്കാനുള്ള തടസ്സങ്ങളുടെ കെട്ടുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആളുകൾക്ക് സ്വന്തം പിതാക്കളെ കുറിച്ചും സ്വന്തം തറവാടിനെ കുറിച്ചുമുള്ള വമ്പ്
അത് ഇന്ന് സമൂഹത്തിൽ ഒരു വലിയ രോഗമായി മാറിയിട്ടുണ്ട്. അള്ളാഹു ദിക്റിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കുറിച്ച് വമ്പ് നടിക്കുന്നത് പോലെ, നിങ്ങളുടെ തറവാടിനെ കുറിച്ച് വമ്പ് നടിക്കുന്നത് പോലെ ഏതൊക്കെ തരത്തിലുള്ള വമ്പുകളുടെയും പ്രതാപത്തിന്റെയും പ്രൗഢി നടിക്കലുടെയും രൂപങ്ങളാണ്, കോലങ്ങളാണ് സമൂഹത്തിലുള്ളത്. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്ന, കഅബാലയത്തെ പരിപാലിക്കുന്ന ആളുകളെ ചേർത്ത് വെച്ചിട്ട് പടച്ചതമ്പുരാൻ ചോദിക്കുന്നത് അജഅൽതും സിഖായത്തുൽ ഹാജ്, ഹാജിമാർക്ക് വെള്ളം കുളിപ്പിക്കുന്നതും വഇമാറത്തുൽ മസ്ജിദുൽ ഹറാം, ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ പരിപാലനവും വിശ്വാസത്തെക്കാൾ മികച്ചതാണ് എന്ന ആ വമ്പിന്റെ പ്രതീതി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രൗഢി, നിങ്ങളിൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥത, മറ്റുള്ളവരെ ദീനിനെ പുലർത്തുന്നതിനുള്ള അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല പറയുന്നു, ഏറ്റവും വലിയ വമ്പ് ഒരാളും അയാളുടെ പ്രൗഢി, അയാളുടെ പൊങ്ങച്ചം എന്ന് പറയുന്നത് സ്വന്തത്തെയും സ്വന്തം തറവാടിനെയും സ്വന്തം പിതാക്കന്മാരെയും മുൻനിർത്തിയുള്ള ആ പ്രൗഢി പറയാനാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് വേളയിൽ പോലും ആ വമ്പത്തരം അവർ വിട്ടിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നത് എന്ന വചനം അവിടെയാണ് പ്രസക്തമാവുന്നത്. അല്ലാഹു വമ്പ് പറയേണ്ടതിന് പകരം സ്വന്തം വമ്പ് രീതി നിങ്ങൾ കൈവടിയണം. അതിനേക്കാൾ ശക്തമായി അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കലാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ താല്പര്യം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കണം അക്ബർ, അവനായിരിക്കണം വലുത്. ഈ ദിക്ർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിന് ശേഷം വീണ്ടും ദിക്ർ, ഓരോ ആരാധനയ്ക്ക് ശേഷവും തുടർ ആരാധനകൾ, ഇത് നിശ്ചയിച്ചത് അതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ പറയുന്നത്, ഹജ്ജിന് ശേഷം ഇത്തരം ഒരു ആയത്ത് അല്ലാഹു തആല ബോധപൂർവം ചേർത്ത് വെച്ചതാണ് വിശ്വാസികൾക്ക് ദിക്റിന്റെ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ. നിങ്ങൾ നോക്കൂ, ഹജ്ജ് കഴിഞ്ഞു വന്നതിന് ശേഷം ഹാജിയായ മനുഷ്യനെ ആളുകൾ കാണുന്ന ഒരു രീതിയുണ്ട്. അവർ അവരുടെ പേരിനോട് ചേർത്ത് വെക്കുന്ന ചില പേര് രീതികളുണ്ട്. ഹാജിക്ക് സ്വയം തോന്നിപ്പോവുകയാണ്, ഞാൻ വലിയ ദിക്റുകളുടെ അറഫയിൽ നിന്നിട്ട്, മിനയിൽ നിന്നിട്ട്, ജംറയിൽ കല്ലെറിഞ്ഞിട്ട് കൃത്യമായ അമലുകൾ നിർവഹിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു തികഞ്ഞ മനുഷ്യനായി മാറുന്നു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ ബോധപൂർവം ചേർത്ത് വെച്ചത് എന്ന് മുഫസ്സിറുകൾ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ബഹിഷ്കരണമാണോ? അല്ല. ദുനിയാവിൽ അഭിരമിക്കാതിരിക്കുക എന്നതാണ് അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം ഇബാദത്തുകൾക്ക് ശേഷം എന്നതിന്റെ താല്പര്യം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സന്തോഷത്തിന്റെ രഹസ്യം എന്ത് എന്ന് ചോദിച്ചാൽ അത് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് സ്പൂണിൽ ആ എണ്ണത്തുള്ളികൾ കൊടുത്തു വിടുമ്പോ എണ്ണത്തുള്ളികൾ കമന്നു പോവാതിരിക്കാൻ വേണ്ട ജാഗ്രത, ചുറ്റുമുള്ള ആ കണ്ണം ചെപ്പിക്കുന്ന വസ്തുക്കൾ, ആ നിലയിൽ നിങ്ങൾ അതിൽ അഭിരമിച്ചു പോകാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് പൗലോ കൊയ്ലോ പറഞ്ഞ ഓർമ്മപ്പെടുത്തൽ. വിശുദ്ധ ഖുർആൻ പറയുന്നത് രണ്ടും സമഞ്ജസമായി, ദുനിയാവും ആഖിറവും സമഞ്ജസമായി ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഒരാൾക്ക് ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ്. ദുനിയാവിന്റെ പിന്നാലെ ഓടിപ്പോകുന്നവർക്ക് ആഖിറമില്ല എന്നും, ആഖിറം മാത്രം കരുതുന്ന ആളുകൾക്ക് ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ പടച്ചവൻ വെച്ച നന്മകൾ അയാൾക്ക് വിനഷ്ടമായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മ കൊതിക്കലാണ് യഥാർത്ഥത്തിൽ ദിക്റിന്റെ സന്തുലിതമായ സമീപനം. നമ്മുടെയൊക്കെ നാടുകളിൽ ദിക്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും അത് മറ്റൊന്നായി മാറിയതുകൊണ്ട്, ദിക്ർ എന്ന് പറയുന്ന ഒരു സാധനം ആളുകൾ ഒരുമിച്ചിരുന്ന് ബഹളം വെച്ചുകൊണ്ട് ഹൽക്കകളായി ചേർന്നിരുന്നുകൊണ്ട് നടത്തേണ്ട എന്തോ ക്രിയകളും രൂപകോലങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ദിക്റിന്റെ അന്തസ്സത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ദിക്ർ എന്നാൽ അള്ളാഹു ഉണ്ട് എന്ന ഓർമ്മയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാന്റെ സാന്നിധ്യത്തെ തൊട്ടറിയലാണ് യഥാർത്ഥത്തിൽ ദിക്റിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. ദിക്റിനെ ഓർമ്മിച്ചെടുക്കാൻ, അതിന്റെ അന്തസ്സത്ത മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ചരിത്രം നമ്മൾ എത്രയോ തവണ കേട്ടതാണ്. ഗുഹാവാസികളായ 3 പേർ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭത്തിൽ
റബ്ബിനെ ഓർത്തെടുക്കാൻ വേണ്ടി, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പടച്ച റബ്ബിനെ ഓർത്തെടുത്ത ആ 3 മനുഷ്യരുടെ ചരിത്രം മാത്രം നമ്മളത് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. എന്താണ് ദിക്ർ എന്ന് ബോധ്യപ്പെടാൻ. പടച്ചോനെ, നിന്നെ മാത്രം കരുതിയാണ് ഞാൻ തെറ്റിൽ നിന്ന് മാറിയത്. നിന്നെ മാത്രം കരുതിയാണ് സാമ്പത്തിക ചൂഷണം എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ ഇടപാട് കൊടുത്തു തീർത്തത്. എന്റെ മാതാപിതാക്കൾ വിഷംതൊട്ടിയ വയറുമായി അവർ കിടന്നുറങ്ങുമ്പോ, എന്റെ മക്കൾ എന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് കരയുമ്പോ, എന്റെ കുട്ടികൾക്കുള്ള പാല് ഞാൻ അവർക്ക് കൊടുക്കാതിരുന്നത് എന്റെ മക്കളെക്കാൾ കൂടുതൽ കടപ്പാട് പടച്ചോനെ നീ നിന്റെ ഇബാദത്തുമായി ചേർത്ത് പറഞ്ഞിടത്ത് മാതാപിതാക്കളോടാണ് എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഓർമ്മ എന്നിൽ നിറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്റെ മക്കൾക്ക് ആ പാല് കൊടുക്കാതിരുന്നത്. എന്നാൽ 3 പേര് ദൃഢനിശ്ചയമെടുത്ത് റബ്ബിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന ഇടത്താണ് അവരുടെ സങ്കീർണതകൾ അവരുടെ മുമ്പിൽ വെട്ടി തുറക്കപ്പെട്ടത്. ആ പ്രതിസന്ധിയിൽ നമ്മൾ കരകയറുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ ദിക്റായിരിക്കണം വിശ്വാസികളുടെ ജീവിതത്തിന്റെ നന്മയെയും ആഖിറത്തെയും അതേപോലെ തന്നെ ദുനിയാവിനെയും സമഞ്ജസമായി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ കൊതിയായിരിക്കണം ദിക്റിന്റെ സന്തുലിതമായ സമീപനം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായി നരക വിമുക്തി, സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന ജീവിതശീലം അത് സ്വായത്തമാക്കുക, നേടിയെടുക്കുക എന്നതാണ് ദിക്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകത്തുക എന്ന് പറയുന്നത്. ആ ജീവിതത്തിൽ നമസ്കാരമുണ്ട്, ഉറക്കമുണ്ട്, സകാത്തുണ്ട്. പ്രവാചകന്റെ ഇബാദത്ത് കണ്ടതിന് ശേഷം പ്രവാചകനും ഞങ്ങളും തമ്മിൽ എത്രയോ അന്തരമുണ്ട് എന്ന് ധരിച്ചിട്ട് ഇനി ഒരിക്കലും വിവാഹം കഴിക്കുന്നില്ല, ഇനി ഞാൻ ഒരിക്കലും ഉറങ്ങുന്നില്ല, ഞാൻ ഇനി ഒരു ദിവസവും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു പോയ സഹാബിമാരുടെ ഗൂഢമായ വർത്തമാനങ്ങൾ കേട്ട് പുണ്യ റസൂൽ പറയുന്നത്, ഞാൻ വിവാഹം കഴിക്കും, പക്ഷേ ഞാൻ നോമ്പനുഷ്ഠിക്കും, ഞാൻ നമസ്കാരം നിർവഹിക്കും, പക്ഷെ ഞാൻ ഉറങ്ങും എന്ന് റസൂൽ പറയുന്ന ഒരു സന്തുലിതമായ ജീവിത വീക്ഷണമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജീവിത വീക്ഷണമാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന ദിക്ർ. നമസ്കാരമുണ്ട്, ഉറക്കമുണ്ട്, സക്കാത്തുണ്ട്, ജീവിതാസ്വാദനമുണ്ട്, നോമ്പുണ്ട്, സുഭിക്ഷതയുണ്ട്, ഹജ്ജുണ്ട്. ഹജ്ജിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ തൊഴിലും വരുമാനവും ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഹജ്ജിന് ശേഷം തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തണം. ഇത് ദീനിന്റെ താല്പര്യമാണ്. ദുനിയാവിനെ ദീൻ കൊണ്ട് നിയന്ത്രിക്കലാണ് ദിക്ർ. ദീനിനു വേണ്ടി ദുനിയാവിനെ ബഹിഷ്കരിക്കാനല്ല ദിക്ർ എന്ന ബോധ്യത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ എത്തേണ്ടതുണ്ട്. ഇബാദത്തുകൾക്ക് ശേഷം ഈ കർമ്മനൈരന്തര്യം ഈ ദിക്റിന്റെ പ്രചോദനമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്കുരിക്കണം, അത് നിറഞ്ഞു നിൽക്കണം. അങ്ങനെ സ്വർഗ പ്രാപ്തി നമ്മൾ നേടിയെടുക്കണം, നരക വിമോചനം നമ്മൾ സാധ്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവനിൽ ദിക്റിലായിക്കൊണ്ട് അല്ലാഹു ഉണ്ട് എന്ന ബോധ്യത്തിനും അപ്പുറത്ത് പടച്ചവനെ തൊട്ടറിയാനുള്ള ചലനനിശ്ചലങ്ങളിൽ റബ്ബിനെ കാണുന്നുണ്ട് എന്ന തിരിച്ചറിവായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നിലയിൽ റബ്ബിനെ ഓർത്തെടുക്കാനും അല്ലാഹുവിന്റെ സാന്നിധ്യം തൊട്ടറിയാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وكفى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله وصفيه وخليله وأمينه على وحيه وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم ونفسي ثانيا بتقوى الله. وقال الله سبحانه وتعالى عن مزية التقوى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഒരു സഹോദരൻ ഹറമിൽ നിന്ന് ദുആ ചെയ്യുന്നതിന് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട അമലുകളൊക്കെയും അവർക്ക് നിർവഹിക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു. കൂടുതൽ സമയവും
റൂമിൽ തന്നെ ചെലവഴിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അഡ്മിറ്റായി ഹോസ്പിറ്റലിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. പരിപൂർണമായ ഹജ്ജ് ഉംറകളുടെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മണ്ണിൽ നിന്ന്